തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4 രോഗികൾ മരിച്ചത് വെന്റിലേറ്ററിന് തീപിടിച്ചോ? സംസ്ഥാനത്തെ മാതൃകാ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് മേനി പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ മാർച്ച് 17-ന് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിലെ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുകയും ICUവിൽ ഉണ്ടായിരുന്ന 33ഓളം രോഗികളെയും ജീവനക്കാരെയും മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ അപകട വാർത്ത അധികമാരും അറിയാതെ, ചർച്ചയാക്കാതെ, വിവാദമാക്കാതെ ഒതുക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സർജിക്കൽ ICUവിൽ ഉണ്ടായിരുന്ന 33 രോഗികളിൽ 4ഓളം രോഗികൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നറിയില്ല. വെന്റിലേറ്ററിന് തീപിടിച്ച് അപകടമുണ്ടായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ നിന്ന് മാറ്റിയ ചെങ്കൽ, കീഴ്ക്കൊല്ല, കുഴിച്ചാണി, നരിക്കോട്ടുവിള ശാന്തിഭവനിൽ 38കാരനായ സനീഷാണ് മരിച്ചവരിൽ ഒരാൾ. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സനീഷിനെ കൂടാതെ ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിലിടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ ചിറയൻകീഴ് സ്വദേശി ഓമനയമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. മാർച്ച് 17-ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ICUവിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. സനീഷ് 18-ാം തീയതി രാത്രി 8:30-യോടെ മരിച്ചു. പൊട്ടിത്തെറിച്ച വെന്റിലേറ്റർ യൂണിറ്റ് ഉപയോഗിച്ചിരുന്നത് സനീഷിന് വേണ്ടിയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. സനീഷിനെ കൂടാതെ തീപിടുത്തമുണ്ടായ ദിവസം ചികിത്സയിലുണ്ടായിരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ മരിച്ച മറ്റ് 4 രോഗികളുടെ ബന്ധുക്കളും ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ 2 പേരുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തീപിടുത്തമാണ് മരണകാരണമെന്നാണ് അവരുടെ പരാതി. എന്നാൽ ആരും ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. ചിലരുടെ കുടുംബങ്ങൾ ഇന്ന് പരാതി നൽകുവാൻ സാധ്യതയുണ്ട്. ടൈൽസ് പണിക്കാരനായിരുന്ന സനീഷ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ 8-ന് രാത്രി 9:30-യോടെ കരമന കളിയിക്കാവിള റോഡിൽ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സനീഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 17-ന് ICUവിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിച്ച രോഗികളുടെ കൂട്ടത്തിൽ സനീഷിനെ കണ്ടില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പിന്നീട് സനീഷിനെ മറ്റൊരു ICUവിലേക്ക് മാറ്റിയെന്ന് അറിയിക്കുകയായിരുന്നു. അപകടമുണ്ടായി 2 ദിവസത്തിന് ശേഷം സനീഷിന് കഞ്ഞി നൽകി തുടങ്ങിയെന്നും നില മെച്ചപ്പെട്ടു തുടങ്ങിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. പക്ഷേ തീപിടുത്തമുണ്ടായ ശേഷം ഒരു വിവരവും അറിയിച്ചിരുന്നില്ല. നില ഗുരുതരമായതായി 18-ന് രാവിലെ അറിയിച്ചു. അന്ന് രാത്രി തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് ബന്ധുക്കൾ പറയുന്നു. സനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സനീഷ് അപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനാലാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇവിടെ ചികിത്സയിലുള്ളവർ മരിച്ചാൽ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം നടത്തും. തീപിടുത്തം മൂലം രോഗികൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. തീപിടുത്തമുണ്ടായ ICU, വെന്റിലേറ്റർ എന്നിവ വിദഗ്ധ ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചു. തീപിടുത്തത്തിന്റെ ഫലമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പാക്കിയിരുന്നു. ചികിത്സയിലുള്ള ഒരാൾ മരിച്ചത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് സർജിക്കൽ ICUവിൽ അപകടാവസ്ഥയിൽ കിടന്ന ആ രോഗികളെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ വാരിപ്പെറുക്കി കൊണ്ടുപോവുകയായിരുന്നു. വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നവരുടെ വെന്റിലേറ്റർ മാറ്റിക്കളഞ്ഞു. ഓക്സിജൻ നൽകിയിരുന്നവർക്ക് ഓക്സിജൻ ലഭിക്കാതെ പോയി. കാരണം തീ പടരുമെന്ന് പേടിച്ച് ഓക്സിജൻ സപ്ലൈ നിർത്തിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ ഇതൊരു അട്ടിമറിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അനാസ്ഥയാണെങ്കിലും അട്ടിമറിയാണെങ്കിലും അധികൃതർ മാപ്പർഹിക്കുന്നില്ല. വെന്റിലേറ്റർ യൂണിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. വെന്റിലേറ്ററിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാകുകയും തൊട്ടുപിന്നാലെ തീ പടരുകയുമായിരുന്നു. വൻതോതിൽ പുക ഉയർന്നത് ശ്വസിച്ച ചില രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ഓക്സിജൻ വിതരണം നിർത്തിവെച്ച് തീ പടരുന്നത് തടയുവാൻ സാധിച്ചത് നിർണായകമായി എന്നാണ് അധികൃതരുടെ വാദം. ചാക്കയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും ചേർന്നാണ് തീയണച്ചത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വെന്റിലേറ്റർ അടക്കമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സർവീസ് കൃത്യമായി നടത്താറില്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായി. സർവീസ് നടത്താതെ ഉപകരണങ്ങൾ കേടാക്കി കളയുമ്പോൾ പുതിയ ഉപകരണങ്ങൾ വാങ്ങുമ്പോഴേ വലിയ തുക കട്ട്സായും കമ്മീഷനായും ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കൂ എന്നതുകൊണ്ടാണ്. സംസ്ഥാനത്ത് ഇതുവരെ ഒരു ആശുപത്രിയിൽ പോലും വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതായി കേട്ടിട്ടില്ല.
കൃത്യമായ സർവീസ് ഒന്നും നടത്താത്തത് കൊണ്ട് ഇൻഫെക്ഷൻ മരണനിരക്കും സർക്കാർ ആശുപത്രികളിൽ വളരെ കൂടുതലാണ്. പക്ഷേ ആരും ഇത് ഓഡിറ്റ് ചെയ്യുന്നില്ല. പാവപ്പെട്ട രോഗികളോ അവരുടെ ബന്ധുക്കളോ ഇതൊന്നും അറിയുന്നുമില്ല. ഇത് അട്ടിമറിയാണോ അതോ അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണോ എന്ന് സമഗ്രമായ അന്വേഷണം വേണം. നിലവിലെ സാഹചര്യത്തിൽ രോഗികളുടെ മരണം ഈ അപകടം കൊണ്ടാണ് ഉണ്ടായതെന്ന് ഒരിക്കലും അവർക്ക് തെളിയിക്കുവാൻ സാധിക്കില്ല. കാരണം ICUവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത രോഗികളുടെ മരണം അടുത്ത ദിവസങ്ങളിലായാണ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആരുടെയും പോസ്റ്റ്മോർട്ടം നടത്തുവാൻ ഇടയില്ല. പാവങ്ങളാണ് രോഗികൾ എന്നതുകൊണ്ട് തന്നെ ആൾ മരിച്ചു കഴിയുമ്പോൾ അവർ എത്രയും വേഗം ബോഡിയുമായി വീട്ടിൽ പോകും, മൃതദേഹം ദഹിപ്പിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യും. അതിനുശേഷം മാത്രമാവും ഒരുപക്ഷെ അവർ ഈ മരണകാരണം അറിയുന്നത്. അപ്പോഴേക്കും എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്കറിയാം, ഏറ്റവും ഗുരുതരാവസ്ഥയിൽ ഉള്ളവരായിരിക്കും ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. 17-ാം തീയതി 33 രോഗികൾ ICUവിൽ ഉണ്ടായിരുന്നു. തീ പടരുമെന്ന് കരുതി ഓക്സിജൻ സപ്ലൈയും ഓഫാക്കി കളഞ്ഞു. മരണമടഞ്ഞവർ പൊള്ളലേറ്റല്ല, ശ്വാസം മുട്ടിയോ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെയോ ആണ് മരണമടഞ്ഞത് എന്നത് വ്യക്തം. അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾക്ക് ഓക്സിജൻ കിട്ടാതാകുന്ന ആ അവസ്ഥയും പുകയും മറ്റും ശ്വസിക്കേണ്ടി വരുന്ന ആ അവസ്ഥയും പാനിക് അറ്റാക്ക് വരാനുള്ള സാധ്യതയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തു തന്നെയായാലും, അനാസ്ഥയായാലും അട്ടിമറിയായാലും ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം. ICUവിൽ ഉണ്ടായിരുന്ന മരണപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾക്ക് പോലും ഇതുവരെ ഒരുപക്ഷെ മരണകാരണം അറിവായിട്ടുണ്ടാവില്ല. അത്ര സമർത്ഥമായി സർക്കാരും അധികൃതരും ഈ അപകടം ഒളിപ്പിച്ചു വെച്ചു. ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ അട്ടിമറി സാധ്യതയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയം. സാധാരണക്കാരൻ്റെ ജീവൻ രക്ഷിക്കേണ്ടുന്ന സർക്കാർ ആശുപത്രികൾ തന്നെ ഇങ്ങനെ അധപതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എത്രായിരം കോടികളാണ് ഓരോ വർഷവും ഇവർ മെഡിക്കൽ കോളേജുകളുടെ പുനരുദ്ധാരണത്തിനായും മറ്റും ചിലവിടുന്നത് എന്നോർക്കുമ്പോഴാണ് സഹിക്കുവാൻ പറ്റാത്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.